ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് ഹൽവയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കണേ. 15 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ കപ്പിൻ്റെ അളവിലാണ് കേട്ടോ പറയണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ഉള്ളത് അതിൽ വേണം എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ. അപ്പോൾ ഞാൻ 1 കപ്പ് ശർക്കര ചീവിയതെടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ശർക്കര നമുക്ക് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതേ കപ്പിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് കേട്ടോ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ സ്റ്റിക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അടി പിടിക്കാതിരിക്കാനും പിന്നെ സൈഡിൽ ഒട്ടി പിടിക്കാതിരിക്കാനും നോൺ സ്റ്റിക്ക് തന്നെയായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കപ്പില്ലേ, ആ കപ്പിൽ 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കണത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന നെയ്യും പിന്നെ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സായിട്ട് ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ വിട്ട് വരും. നല്ലൊരു മൂത്ത മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കണം. കാരണം അതിൽ ചിലപ്പോൾ പൊടിയും അഴുക്കുകളൊക്കെ ഉണ്ടാവും, കരടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അരിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ഡയറക്റ്റായിട്ട് തന്നെ അരിച്ചു ചേർക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചൂടാറി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയതിന് ശേഷം അതെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. കാരണം കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഹൽവ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ജോലിയും ചെയ്യാൻ പോകരുത്. അപ്പോൾ ശർക്കരപ്പാനി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് പൊടിച്ചതോ അല്ലെങ്കിൽ കിസ്മിസ് പിന്നെ ഏലക്കായ പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല എന്ന് മാത്രം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് വരട്ടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഹലുവ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും. ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട് 15 മിനിറ്റ് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാത്തിനും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ. അതായത് ചേരുവകൾ എടുത്ത് വെക്കാനും പിന്നെ അത് പ്രിപ്പയർ ചെയ്യാനും എല്ലാം ചേർത്തിട്ടാണ് 15 മിനിറ്റ്. നമ്മളെല്ലാം അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 8 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം എടുക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാറിനേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഏത് ഷേപ്പിലാണോ ഹൽവ വേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കാം. സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ചൂടാറിനേക്കാൾ മുമ്പ് ഞാൻ ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹൽവ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതും വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലും വാട്സപ്പ് വഴിയൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പോ അല്ലെങ്കിൽ വ്ളോഗോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.